ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം സത്യദൈവമാർഗമാണു ദൈവം മധ്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം നിത്യദൈവമേകിടുന്നു ദൈവം ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം ദൈവമാർഗമാണു ദൈവം ചെങ്കടലിൽ നീങ്ങും പാതകളിച്ചു മരുവിൽ മക്കൾ മഞ്ഞ പൊഴിച്ചു എരിവേലിൽ മേഘത്തണലായി ഇരുളിൽ സ്നേഹമാളമായി വീരായി മാമല മുകളിൽ നീ പ്രമാണങ്ങളിൽ നീങ്ങും പാതകളിച്ചു മരുവിൽ മരത്തൈ മഞ്ഞ പൊഴിച്ചു ശ്രീതായി മാമല മുകളിൽ ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം സത്യദൈവമാർഗമാണു ദൈവം മനുജനായി ഭൂമിയിലവതരിച്ചു മഹിയിൽ ജീവൻ ബലി കഴിച്ചു തിരുനിളവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനാ വഴിയും സത്യവുമായവനെ വാഴ്ത്തുന്നു മനുജനായി ഭൂമിയിലവതരിച്ചു മഹിയിൽ ജീവൻ ബലി കഴിച്ചു തിരുനിളവും ദിവ്യഭോജ്യവുമായി ഉലകത്തിൻ
ജീവന വഴിയും സത്യവുമായവനെ ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം സത്യദൈവമാർഗമാണു ദൈവം മധ്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം നിത്യജീവനെ ഇടുന്നു ദൈവം Thank you. Thank you. Thank you. മാർക്കോസ് ചേട്ടന് 4 പതിറ്റാണ്ടിലേറെയായിട്ട് നമുക്ക് ഇതുപോലെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടി തന്നോണ്ടിരിക്കുകയാണ് അല്ലെ. ഈ ഒരു പെരുന്നാൾ കാലത്ത് നമുക്ക് നമ്മുടെ ഖത്തറിലുള്ള എല്ലാ ആളുകളുടെയും സ്നേഹം അദ്ദേഹത്തെ അറിയിച്ചാലോ? അദ്ദേഹത്തിന് ഒരു പൊന്നാട എണീച്ചുണ്ട് അല്ലെ. പൊന്നാട അണിയിക്കുന്നതിനായി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മൾക്കൊരാളെന്ന് പറയാൻ നമുക്ക് പറ്റും. അൽസുവൈത്ത് ഗ്രൂപ്പിന്റെ MD ആയിട്ടുള്ള ഹംസക്കെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സോ പ്ലീസ് കം ടു ദ സ്റ്റേജ് ഫോർ ദിസ് മൊമെന്റം. ഗിവ് ടു ദ മാർക്കോസ്. ഹംസക്കെ സ്വാഗതം ചെയ്യാണ്. അൽസുവൈത്ത് ഗ്രൂപ്പിൽ നിന്നും ഹംസക്കെ സ്വാഗതം ചെയ്യുന്നു. പൊന്നാട കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ഹംസക്ക ഫ്രം അൽസുവൈത്ത് ഗ്രൂപ്പ്. And Mustafa Khan, Doha stage. Mustafa Khan, please. And നമ്മളുടെ പ്രകാശ് ചേട്ടൻ, പ്രകാശ് and Arju Vindiyar, Nishad from Rish Group, and Fayaz. എല്ലാവരെയും കൂടി ഇവിടെ സ്വാഗതം ചെയ്യാണ്. നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു ദോഹ സ്റ്റേജിൽ ഈ ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരു സ്നേഹം, നമ്മുടെ ഒരു ഖത്തറിന്റെ സ്നേഹം ഒരു ഉപഹാരമായിട്ട് നമുക്ക് കൊടുക്കുന്നതിനാണ് ഈ ഒരു വേദി നമ്മൾ ചിലവഴിക്കുന്നത്. മാർക്കോസേട്ട് നമ്മുടെ ആ ഒരു സ്നേഹം കൊടുക്കുകയാണ്. അതിനായിട്ട് തീർച്ചയായും ഒരു പൊന്നാട അണിയിക്കുന്നതിനായിട്ടാണ് എല്ലാവരും ഇവിടെ. ഷൗക്കത്ത് അലി, പ്ലീസ് കം ടു ദ സ്റ്റേജ് ഫോർ ദിസ് സെറിമണി. ഷൗക്കത്ത് അലി. ഷൗക്കത്ത് അലി, അദ്ദേഹത്തെ കൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അഷ്റഫ് അൽസമാൻ, പ്ലീസ് കം ടു ദ സ്റ്റേജ് ഫോർ ദി സെറിമണി. അഷ്റഫ് അൽസമാൻ. ഓക്കേ, എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നമുക്കൊരു ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. 1985 അദ്ദേഹം ദുബായിൽ വന്ന കഥ ഇന്നലെ അവിടെ വന്ന ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. അത്ര വർഷമായിട്ട് നമുക്ക് എന്തോരം പാട്ടുകളാണ്, എത്ര ഭക്തിഗാനങ്ങളാണ്, എത്ര രസമായിട്ടുള്ള പാട്ടുകളാണ്. നല്ലൊരു കൈയടി കൊടുക്കാം, നിറഞ്ഞ ഒരു കൈയടിയോട് കൂടിയിട്ട് നമ്മുടെ ആത്മാർത്ഥമായ സ്നേഹം അറിയിക്കാം, നമ്മുടെ ഖത്തറിന്റെ നിറഞ്ഞ സ്നേഹം അറിയിക്കാം. KG മാർക്കോസ് 4 പതിറ്റാണ്ടായിട്ട് ഭക്തിഗാനങ്ങളുടെ രാജാവായിട്ട് വാഴുന്ന വ്യക്തി, നമ്മളുടെ ഏറ്റവും പ്രിയങ്കരനായ KG മാർക്കോസ്. ആൻഡ് ഇനിയിപ്പോ ഈ ഒരു വേദിയിൽ വെച്ച് മറ്റൊരു മനോഹരമായിട്ടുള്ള കാര്യം കൂടി നടക്കാനുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിനി നമ്മുടെ മാർക്കോസ് ചേട്ടന് ഒരു മൊമെന്റം കൊടുക്കുന്നതിനായിട്ട് നമ്മുടെ സൗദിയിൽ നിന്ന് നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഇബ്രാഹിം സുബാൻ. സോ പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ് ഇബ്രാഹിം സുബാൻ. ബിസിനസ് കോച്ചാണ്, സൗദിയിലെ ഒരുപാട് പ്രവർത്തന മേഖലകൾ സജീവമായിട്ടുള്ള ഇബ്രാഹിം സുബാനെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈയടി. വലിയൊരു കൈ കൊടുക്കട്ടോ, വലിയൊരു കൈ കൊടുക്കാം അദ്ദേഹത്തിന്. പ്ലീസ് ഇരിക്കട്ടോ. സോറി. താങ്ക്സ് ലോട്ട്.
ഓക്കെ, അപ്പോ KG മാർക്കോസിനുള്ള മൊമെന്റോ നൽകുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നല്ല കിടൽ 2 ഡാൻസ് വരാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ എല്ലാവരുടെയും കൂടി ഒരു പൊളി ചെയിൻ സോങ് വരാനുണ്ട്. അതൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതാനും നിമിഷങ്ങൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവർക്കൊക്കെയുള്ള ഒരു സ്നേഹോപകാരം, ഇത്രയും നേരം വന്ന് നമ്മളുടെ ഇത്രയും കിടലൻ പെർഫോമൻസുകൾ നടത്തിയിട്ടുള്ള താരങ്ങൾക്കുള്ള സ്നേഹമാണ് നമ്മൾ അവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. KG മാർക്കോസിനുള്ള മൊമെന്റോ നൽകുകയാണ്. വലിയൊരു കൈയടിയാവാം, വലിയൊരു കൈയടിയാവാം. ബാക്കി താരങ്ങൾക്കുള്ള മൊമെന്റോ നൽകുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ ഒറ്റ സെക്കൻഡ്. നിങ്ങൾ ഇനി ഖത്തറിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു താരം ആരാണ്? ഖത്തറിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു താരം ആരാണ്? കേട്ടില്ല അച്ഛന് കേട്ടില്ല. നോക്കട്ടെ, ആ പറഞ്ഞത് ഇവര് കേൾക്കുമെന്ന് എനിക്ക് അറിയില്ല. എന്നാലും നമ്മളിവിടെ ഒരു പ്രോഗ്രാം കമ്മിങ് സൂൺ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ആരാ എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നമുക്ക് ആ പോസ്റ്റർ ഒന്നും കൊണ്ടുവരുമോ? നമ്മളുടെ നെക്സ്റ്റ് പ്രോഗ്രാമിന്റെ പോസ്റ്റർ ഒന്ന് കൊണ്ടുവരുമോ? ഏതായിരിക്കും ഈ പ്രോഗ്രാം? ഏതാ നിങ്ങൾ പറഞ്ഞാണോ? ആണോ? ഇത് എന്നാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ്